നമസ്കാര. ഇന്ന് ജൂൺ മാസം 23-ാം തീയതി. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ശ്രീ നിത്യാനന്ദ യോഗാശ്രമത്തിലാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് മലബാർ എക്സ്പ്രസ്സിൽ തിരിച്ചിന്ന് പ്രഭാതത്തിൽ ആശ്രമത്തിലെത്തി. ഇന്നിപ്പോൾ ഒരു 11:30-12 മണിയാകുമ്പോൾ ഗുരുജിയോടൊപ്പം ചേർന്നൊരു യാത്രയാണ്. യാത്ര പോകുന്നത് നമ്മുടെ പ്രകൃതിരീശ്വരൻ്റെ അടുത്തേക്കാണ്. മഴയുത്സവം നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ കൊട്ടിയൂരിലേക്ക് ഗുരുജിയോടൊപ്പമുള്ള വ്യത്യസ്ത യാത്രയാണ് ഈ വർഷം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. കൊട്ടിയൂരിൽ ദർശനം കഴിഞ്ഞ ശേഷം മൃദംഗ ശൈലീശ്വരി ക്ഷേത്രം, അവിടേക്കും ഗുരുജിയെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷ കാഴ്ചകളാണ് ഈ വീഡിയോ. ഗസ്റ്റ് ഹൗസിൽ റൂം കെട്ടി ഞാൻ കുളിച്ച് ഫ്രഷായി ഗുരുജിയോടൊപ്പം പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ ഫ്രഷാകാൻ പോകുന്നതിന് മുമ്പ് ഗുരുജിയുടെ വണ്ടിയൊക്കെ എടുത്ത് പൊസിഷനിലിട്ട് ഗുരുജിയുടെ ഇരിപ്പിടമൊക്കെ വൃത്തിയാക്കിയിട്ടു. ദേ ഗുരുജി ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി കൊട്ടിയൂരിലേക്കുള്ള യാത്രയ്ക്കായി പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം ഉച്ചയ്ക്ക് 12:30 മണിയോടുകൂടിയാണ് ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര ആരംഭിച്ചത്. കാസർഗോഡ് നിന്നും കണ്ണൂർ വഴി, അതായത് കണ്ണൂർ അന്താരാഷ്ട്ര എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര പോയത്. ഏകദേശം 4 മണിയോടുകൂടി തന്നെ ഞങ്ങൾ കൊട്ടിയൂർ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് വിനോദ് മണത്തണ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങിൽ തന്നെ അദ്ദേഹം ഒരുക്കിയിരുന്നു. അന്നേ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു. നമുക്കറിയാം, കൊട്ടിയൂർ അവസാന ദിനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അവിടെ എത്തുമ്പോൾ തന്നെ നിരവധി വ്യക്തികൾ ഗുരുജിയെ തിരിച്ചറിഞ്ഞ് വന്ന് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ യാത്രയിൽ ഗുരുജിയോടൊപ്പം ശിഷ്യരായ അനിൽജിയും ഡോക്ടർ ഗോപേഷും ലിതേഷും ദിവ്യാന്തും ഉൾപ്പെടെ പുറകിൽ മറ്റൊരു വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്നും രാജേഷ് പടിഞ്ഞാറ്റിലും കൃഷ്ണകുമാറും മട്ടന്നൂരിൽ വ്യവസായം നടത്തുന്ന സുധീർജിയും എല്ലാം ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറു സംഘത്തോടൊപ്പമാണ് ഇത്തവണ ഗുരുജിയുടെ കൊട്ടിയൂർ യാത്ര. എടുത്തു പറയേണ്ടത്, ആദ്യമായാണ് കൊട്ടിയൂരിനെക്കുറിച്ച് കാലങ്ങളായി കേൾക്കുന്നുണ്ടെങ്കിലും ഒരു സന്യാസി ആയ അദ്ദേഹം ആദ്യമായാണ് കൊട്ടിയൂർ ഭൂമിയിലെത്തുന്നതും ഭഗവാന്റെ ദർശനം നേടാൻ പോകുന്നതും. കാരണം ആ ഒരു സമയത്ത് ഗുരുജിയോടൊപ്പം ഒരു ഭാഗമായി എത്താൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായി ഞാനും കാണുന്നു. ഈ ക്യാമറയും തൂക്കി പോകുന്നതാണ് വിനോദ് മണത്തൻ. അതായത് 20 വർഷം മുമ്പ് അമൃത ടിവിയുടെ ഭാഗമായിട്ട് കൊട്ടിയൂർ ചിത്രീകരിക്കാൻ എത്തുമ്പോൾ എന്നിലേക്ക് സ്വാഭാവികമായി വന്ന് ഇങ്ങോട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു സാധാരണ മനുഷ്യൻ. അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ എളിമയും സ്വഭാവമൊക്കെ അന്ന് വളരെ സ്വാധീനിച്ചു. ഒരു മാറ്റവുമില്ലാത്ത വ്യക്തിത്വം. ആ ബന്ധം ഇന്നും നല്ല നിലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ പ്രിയ പത്നി സതീദേവി കുടിയിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മ അവകാശമുള്ള ആ കുടുംബത്തിലാണ് വിനോദ്. ചപ്പാരം ഭഗവതി ക്ഷേത്രം മണത്തണ ആ ക്ഷേത്രം വക കുടുംബ അംഗമാണ്. ആ ക്ഷേത്രത്തെ ഇന്ന് കൊട്ടിയൂരിനെ ഈ ഖ്യാതിയിലേക്ക് എത്തിക്കാൻ 22 വർഷങ്ങൾക്ക് മുൻപ് ദൃശ്യരൂപത്തിൽ കൊട്ടിയൂർ മഹാത്മ്യം എന്ന പേരിൽ ഒരു CD പുറത്തിറങ്ങുകയും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിലൂടെയാണ് കൊട്ടിയൂരിനെ ലോകം തിരിച്ചറിഞ്ഞത് എന്ന് വേണം പറയാം. ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം സജീവമായി ഉണ്ടെങ്കിലും 20 വർഷം മുമ്പ് അദ്ദേഹം ചിത്രീകരിച്ചു വച്ച കൊട്ടിയൂരിൻ്റെ ആചാരങ്ങൾ മുഴുവൻ രാത്രിയും പകലുമില്ലാതെ ചിത്രീകരിച്ചു വെച്ച ആചാരങ്ങൾ ഇനി ഒരു കാലത്തും അത്ര തനിമയോടുകൂടി ആർക്കും ചിത്രീകരിക്കാൻ കഴിയില്ല എന്നതും അദ്ദേഹത്തിന് ഞാൻ നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. നിങ്ങളോട് ഈ സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമാണത്. കാരണം ഒരിക്കലും ആ ചടങ്ങുകളും ആചാരങ്ങളും ഒന്നും നമ്മിൽ നിന്ന് അകന്നു പോകില്ല എന്നുള്ളതാണ്. തനിമയോട് അദ്ദേഹം ചിത്രീകരിച്ചു വെച്ച് ഞാൻ എപ്പോഴും ഗുരുജിയോടും അദ്ദേഹത്തെക്കുറിച്ച് പറയും. കാരണം അങ്ങനെ ഒരു മനസ്സ് കാണിക്കാൻ അദ്ദേഹം കൊട്ടിയൂരിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ. എന്തായാലും ബാവലിപ്പുഴയിൽ മുഖമെല്ലാം കഴുകി വൃത്തിയാക്കി ഗുരുജി തയ്യാറെടുക്കുന്നു. ഇനി സഞ്ചരിച്ചു നീങ്ങുന്നത് തിരുവഞ്ചിറയിൽ കൂടിയാണ്. അതായത് ഭഗവാന് ചുറ്റും സദാ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുണ്യതീർത്ഥം, നമ്മൾ ഗംഗാ സാന്നിധ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ആ തിരുവഞ്ചിറയിൽ നിന്ന് ഒഴുകി ബാവലിപ്പുഴയിലേക്ക് പോകുന്ന നീരാണി കാണുന്നത്. ഗുരുജിയും സംഘവുമെല്ലാം പ്രവേശിക്കുന്നത് കൊട്ടിയൂരിൻ്റെ ദേവസ്വം ഓഫീസിലേക്കാണ്. കാരണം നമ്മളിവിടെ കാണുന്ന നിർമ്മിതികളെല്ലാം താൽക്കാലിക നിർമ്മിതികളാണ്. ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് മാത്രം കെട്ടിയുണ്ടാക്കുന്ന
സമുച്ചയങ്ങളാണ്. കെട്ടിട സമുച്ചയങ്ങളെന്ന് പറയാൻ കഴിയില്ല, എല്ലാം ഓല കൊണ്ട് മേഞ്ഞ കുടിലുകളാണ്. എല്ലാ വിഭാഗക്കാർക്കും കൊട്ടിയൂരിൽ സർവ വിഭാഗക്കാരും ഒത്തുചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇല്ലാത്തതായി ആരുമില്ല. എല്ലാവർക്കുമായി ഒരു സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഈ കുടിലുകൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. കൊട്ടിയൂരിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും അതാണ്. ഭഗവാൻ ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു ജാതി വ്യവസ്ഥയിൽ ആർക്കും ഒരു സ്ഥാനം നൽകുന്നില്ല എന്നുള്ളതാണ് കൊട്ടിയൂരിനെ ലോകത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്നത്. അത്തം ചതുശതം ഒത്തുചേർന്ന 27ാമത്തെ ദിവസമാണ് ഗുരുജിയോടൊപ്പം കൊട്ടിയൂരിലെത്തിയിരിക്കുന്നത്. ഇന്ന് പൊന്നിൻ ശിവേലിയുടെ അവസാന ദിവസമാണ്. ആ ശിവേലിക്ക് മുൻപായിട്ട് തേങ്ങയേറ് ചടങ്ങ് നടക്കും. ആ ശിവേലിക്ക് ഇടയിലാണ് വാളാട്ടം നടക്കുന്നത്. അതായത് മണത്തണയിൽ നിന്നും വരുന്ന സതീദേവി സാന്നിധ്യം അറിയിച്ചു കൊണ്ടുള്ള 3 വാളുകൾ, അത് 3 വാളശന്മാർ വാളുകളുമായി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷമാണ് ഈ വലിയ വട്ടളം പായസം നിവേദിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രാഹുൽ തന്നെ നേതൃത്വം വഹിച്ച് ഗുരുജിയെ ദർശനത്തിനായി കൊണ്ടുപോകുന്ന നിമിഷങ്ങളാണ്. കൊട്ടിയൂർ ക്ഷേത്രം എല്ലായ്പ്പോഴും വലിയ സൗഹൃദങ്ങൾ ഒത്തുകൂടുന്ന ഒരു ഭൂമി കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ഗുരുജിയുമായി തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതേ തൊട്ടു മുന്നിൽ കാണുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന് മുന്നിൽ നിത്യവും സോപാനം അർപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാർ. ഞാൻ ഗുരുജിയെ പരിചയപ്പെടുത്തുകയും രണ്ടുപേരും ആ സൗഹൃദം പങ്കിടുന്ന നിമിഷങ്ങളാണ്. ഗുരുജി ഭഗവാന്റെ ദർശനത്തിനായി തിരുവഞ്ചിറയിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്ന നിമിഷങ്ങളാണ്. മണിത്തറയിലേക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയാണ് ഭഗവാന്റെ ആ സ്വയംഭൂ ദർശനം എത്തുന്ന എല്ലാ ഭക്തർക്കും ലഭിക്കുന്നത്. 28 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവമാണ് കൊട്ടിയൂരിൽ നടക്കുന്നത്. അതിനു മുന്നോടിയായി നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങിൻ്റെ ഭാഗമായാണ് ആദ്യമായി ആചാര്യന്മാർ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും ബാവലിപ്പുഴയിൽ നിന്ന് തീർത്ഥമെടുത്ത് ഇന്ന് മണിത്തറ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത്, അതേ ഭാഗത്ത് തന്നെ അഷ്ടബന്ധത്താൽ മൂടിയിരിക്കുന്ന ഭഗവാന്റെ ആ സ്ഥാനത്ത് നീരൊഴിക്കുന്നതും അതൊരു അഭിഷേക ചടങ്ങ് പോലെയാണ്. അതിനുശേഷമാണ് ഈ കാണുന്ന സമുച്ചയങ്ങളെല്ലാം ഇവിടെ ഇതുപോലെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്നത്. എന്നിട്ട് നെയ്യാട്ടം നടക്കുന്ന ദിവസം, അതായത് നെയ്യാട്ടത്തിൻ്റെ നാൾ, ഭഗവതിയുടെയും ഭഗവാന്റെയും തിരുവായുധങ്ങൾ, അതായത് വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും ആചാര്യൻ കൊണ്ടുവരുന്ന ഭഗവാന്റെ തിരുവായുധവും മണിത്തറയിൽ നിന്നും മുഴുവൻ ഭണ്ഡാരങ്ങൾ എത്തുമ്പോൾ ആ ഭണ്ഡാരത്തിനോടൊപ്പം സഞ്ചരിച്ചു വരുന്ന ഭഗവതിയുടെ 3 വാളുകൾ ഒത്തുചേരുമ്പോഴാണ്, ഈ സന്നിധിയിൽ വന്ന് ഒത്തുചേരുമ്പോഴാണ് വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. ഈ വാളറയിൽ കാണുന്ന ആ തിരുവായുധങ്ങളാണ് ഭഗവതിയുടെ തിരുവായുധങ്ങൾ, ശക്തി ചൈതന്യത്തിൻ്റെ ആ തിരുവായുധങ്ങൾ. ആ ശക്തി ചൈതന്യം കൂടി ഇവിടെ എത്തുമ്പോഴാണ് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. കൊട്ടിയൂർ ഭൂമി ശക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന ആലയമാണ്. ഗുരുജിയും കൂട്ടരുമെല്ലാം സഞ്ചരിച്ചെത്തുന്നത് അമ്മാറയ്ക്കൽ തറയ്ക്ക് മുന്നിലാണ്. അതായത് യാഗഭൂമിയിലെത്തിയ സതീദേവി അച്ഛനായ ദക്ഷൻ്റെ അപമാന ഭാരത്താൽ ആ യാഗാഗ്നിയിൽ തന്നെ ചാടി ആത്മാഹുതി ചെയ്തു എന്നതാണ് ചരിത്രം. ആ യാഗാഗ്നി നിലനിന്നു എന്ന് വിശ്വസിക്കുന്നതും സതീദേവി മറഞ്ഞ പ്രദേശം, അതായത് അമ്മ മറഞ്ഞ തറ അമ്മാറയ്ക്കൽ തറ എന്നറിയപ്പെടുന്നു. അവിടെയാണ് ഗുരുജി ഇപ്പം ശിരസ്സുകൊണ്ട് ആ ശക്തിക്ക് മുന്നിൽ നമസ്കരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷ അനുഗ്രഹം നിറഞ്ഞ കാഴ്ച എന്താണെന്നറിയോ? എന്നെപ്പോലെ തന്നെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ഈ കാഴ്ച തന്നെയായിരിക്കും ഏറെ സ്വാധീനിച്ചിരിക്കുക. അതായത് ഇവിടുത്തെ ശിവേലി, ഇവിടെ നടക്കുന്ന സാധാരണ ശിവേലിയും വിശേഷ ദിവസങ്ങളിൽ നടക്കുന്ന പൊന്നിൻ ശിവേലിയും എല്ലാം. കാരണം ശക്തിക്ക് ഏറെ പ്രാധാന്യം നൽകി, അതായത് ഭഗവാൻ തൻ്റെ ശക്തിയായ ദേവിയെ മുന്നിൽ നടത്തി ഭഗവാൻ പിന്നിൽ സഞ്ചരിക്കുന്ന ഒരു അത്യപൂർവമായ കാഴ്ച ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഈ കൊട്ടിയൂരിലെത്തുന്ന എല്ലാവരും ആ ദർശനം നേടുകയും അവരുടെ കണ്ണും മനസ്സും നിറയുകയും ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹം നിറഞ്ഞ കാഴ്ചയാണ് ശിവേലി കാഴ്ചകൾ. ഗുരുജിയും കൂട്ടരും സഞ്ചരിച്ചെത്തുന്നത് ഭഗവാന്റെ നിവേദ്യങ്ങൾ ഒരുക്കുന്ന ഏറ്റവും പ്രശസ്തമായ കൊട്ടിയൂരിലെ തിടപ്പള്ളിയുടെ ഭാഗത്താണ്. ടൺ കണക്കിന് വിറക് കത്തിക്കുന്ന ആ
തിടപ്പള്ളിയിൽ ഒരു ചാരവും കാണാൻ കഴിയില്ല എന്നുള്ളത് ഇന്ന് ഭക്തരെല്ലാം ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, തളിപ്പറമ്പിലെ രാജരാജേശ്വരൻ്റെ സവിധത്തിലാണ് ഇവിടുത്തെ ചാമ്പലെല്ലാം നിറയുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. അങ്ങനത്തെ കാഴ്ചകൾ, അത് വിശ്വസിച്ചേ മതിയാവും, അങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ് നമ്മളും നേരിട്ട് നോക്കിയാൽ കാണുന്നത്. ഇന്നിപ്പോൾ ഉത്സവത്തിൻ്റെ 27ാം ദിവസമാണ്. അതായത് നാളെ ഉത്സവം അവസാനിക്കുന്ന ദിവസം. ഈ ജൂൺ മാസം 20-ാം തീയതി മകം നാൾ നിഗൂഢ പൂജകൾക്കുള്ള കലവും മറ്റും വരുന്നതിന് മുന്നേ ഈ ഭൂമിയിൽ നിന്നും സ്ത്രീകളും ആനകളും വിടവാങ്ങും. കാരണം ഭഗവാന്റെ ആ ശില കണ്ടെത്തുന്നതും ഭഗവാന്റെ ആദ്യ ദർശനം നേടുന്നതും കാട്ടിൽ ജീവിച്ചിരുന്ന കുറച്ച് വിഭാഗക്കാർക്കാണ്. ഇന്നും ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യം അവർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം അവരുടേതായ പ്രത്യേക പൂജകളും മറ്റും നടക്കുന്നത് കൊണ്ട് അവരുടെ ചിട്ടപ്രകാരമുള്ള സ്വാതന്ത്ര്യം നൽകിയാണ് സ്ത്രീകൾക്ക് ഈ ദിവസങ്ങളിൽ ദർശനം നൽകാത്തത്. എന്നാൽ മത്തവിലാസം കൂത്ത് നടക്കുന്ന ആ പന്തലിൽ ഒരു സ്ത്രീ ഉണ്ടാകും. ആ സ്ത്രീ സാന്നിധ്യമാണ് ഇവിടെ എല്ലാ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കൊട്ടിയൂരിലുള്ളത്. ഗുരുജി ഇപ്പോൾ സഞ്ചരിച്ച് നീങ്ങുന്നത് ഇവിടുത്തെ പ്രധാന തന്ത്രി, 2 കുടുംബ ഇല്ലക്കാർക്കാണ് താന്ത്രിക അവകാശമുള്ളത്. കോഴിക്കോട്ടരി നമ്പൂതിരിക്കും നന്ദ്യാർവള്ളി നമ്പൂതിരിക്കും. ഇവർ തന്നെയാണ് മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിൻ്റെയും അങ്ങനെ നിരവധി ക്ഷേത്രത്തിൻ്റെയും താന്ത്രിക അവകാശങ്ങൾ സിദ്ധിച്ചിട്ടുള്ളത്. കൊട്ടിയൂരിലും ഈ 2 ഇല്ലക്കാർക്കാണ് താന്ത്രിക അവകാശം ഉള്ളത്. ഇന്ന് ഉത്സവം അവസാനത്തോടടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കെല്ലാം നിരവധി ചടങ്ങുകളും മറ്റ് പൂജാ സംവിധാനങ്ങളും എല്ലാം നിറയെയുള്ള ദിവസമാണ്. ഇത് തന്ത്രിയുടെ ശിഷ്യനാണ് സുനിൽ നമ്പൂതിരി. അദ്ദേഹം തൃക്കലശാട്ട് ദിവസം നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ചെല്ലാം ഗുരുജിക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതായത് അവസാന ദിവസം, ഉത്സവത്തിൻ്റെ 28ാം ദിവസമാണ് തൃക്കലശാട്ട് ചടങ്ങ് നടക്കുന്നത്. അതായത് മണിത്തറയ്ക്ക് മുകളിൽ കെട്ടിയിരിക്കുന്ന ആ ഓലമേഞ്ഞ ആ പന്തൽ അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ട് 2 തന്ത്രിമാരും സർവ ശിഷ്യന്മാരും എല്ലാം ചേർന്ന്, അതായത് ഭക്തജന പ്രവാഹത്തിന് മുന്നിൽ ഭഗവാന്റെ ആ സ്വയംഭൂവിൽ ഈ 28 ദിവസം നൽകിയ അനുഗ്രഹത്തിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർപ്പിക്കുന്ന അവസാനത്തെ ഒരു കളഭ അഭിഷേകമാണ്. കണ്ണും മനസ്സും നിറഞ്ഞൊഴുകും ആ അഭിഷേക കാഴ്ചകൾ കാണുമ്പോൾ. അതോടുകൂടി ഇവിടെ നിന്നും ഈ ഭൂമിയിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ ഭക്തരും ഇവിടെ നിന്ന് വിട പറയണം. പിന്നെ തൊട്ടടുത്ത ദിവസം ചോതിനാളിലാണ് ബ്രാഹ്മണനും കുറിച്യനും മാത്രം ഒത്തുചേരുന്ന അഷ്ടബന്ധം എന്ന ചടങ്ങ് നടക്കുന്നത്. ഇത് മത്തവിലാസം കൂത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ മാത്രമാണ് ഈ സൗധത്തിൽ ഈ ദിനങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് ഈ കൂത്ത് എന്ന വഴിപാടിൻ്റെ ഭാഗമായി ആണിയറയിൽ ഒത്തുചേരുന്ന സ്ത്രീ സാന്നിധ്യം മാത്രമാണ് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അത് മകം നാൾ കലം വരവിന് ശേഷം ഈ ഒരു സ്ത്രീക്ക് മാത്രമാണ് ഈ കൊട്ടിയൂരിൽ ഈ ഭൂമിയിൽ നിൽക്കാനുള്ളൊരു അവകാശമുള്ളത്. ഇത് നന്ദ്യാർവള്ളി തന്ത്രിയാണ്. അദ്ദേഹം വൈകുന്നേരമുള്ള പൂജകൾക്ക് പോകാനുള്ള തിടുക്കത്തിൽ ഗുരുജിയെ വന്ന് കണ്ട് പരിചയം പുതുക്കിയ ശേഷം മടങ്ങുന്നു. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യത്തിലൊരു പ്രധാന ഭാഗം ഞാൻ എടുത്തു പറയണം. അതായത് ഈ ചോതി നാളിൽ ഈ ഭൂമിയിൽ ബ്രാഹ്മണനും കുറിച്യനും മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചൊരു അറിവ്. അതായത് ബ്രാഹ്മണൻ ഈ അഷ്ടബന്ധം കൊണ്ട്, ആ കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയ ദ്രവ്യം അഷ്ടബന്ധം ഭഗവാനെ മൂടുന്നു എന്നുള്ളതാണ്. ആ മണിത്തറയിലുള്ള ആ സ്വയംഭൂ ലിംഗം അഷ്ടബന്ധം കൊണ്ട് മൂടിയിട്ട് ഈ കുറിച്യനോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഭഗവാനെ നീ നല്ലതുപോലെ ഈ ഭൂമി കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് കുറിച്യനോട് ഈ ഭൂമി ഏൽപ്പിച്ചിട്ട്, അത് ഒറ്റപ്ലാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തോട് ഈ ഭൂമി നീ നന്നായി നോക്കിക്കോണേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടാണ് ബ്രാഹ്മണൻ അവിടെ നിന്ന് മടങ്ങുന്നത്. പിന്നെ ഈ ഭൂമിയിൽ അവകാശം അവർക്കാണ്, സദാ ഈ ഭൂമിയിൽ അവകാശം. വർഷത്തിൽ ഒരു മാസം, അതായത് 28 ദിവസമാണ് നമുക്ക് പ്രവേശനമെങ്കിലും നമുക്ക് പ്രവേശനമില്ലാത്ത ബാക്കി 11 മാസവും അവരുടെ സംരക്ഷണത്തിലാണ് ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്കെല്ലാം വേണ്ടി ഈ ആചാര്യന്മാർ, കുരിച്യനായാലും ബ്രാഹ്മണനായാലും എല്ലാം നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന വലിയ കർമ്മമാണ് ഇത്. എൻ്റെ പ്രിയ സുഹൃത്ത് ബിനേഷ് തിട്ടയിൽ, മുകേഷ്,
പ്രശാന്ത് മണത്തണ, ഇവരെല്ലാം കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഭഗവാന്റെ പ്രധാന സേവകരാണ്. വർഷങ്ങളായുള്ള ആത്മബന്ധമാണ്. എല്ലാവരും ഗുരുവിൽ നിന്നും പ്രസാദം വാങ്ങുന്ന നിമിഷങ്ങളാണ്. ഇവിടെ നിന്നും ഇനി യാത്ര പുറപ്പെട്ട് പോകുന്നത് ഈ കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞ് പ്രധാന ചടങ്ങ്, അതായത് തൃക്കലശാട്ട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് വാൾ ഇവിടെ നിന്നും മടങ്ങുന്ന ചടങ്ങാണ്. ആദ്യം ഭഗവാന്റെ തിരുവായുധം, മുതിരേരിക്കാവിൽ നിന്നും വന്ന ആയുധം തിരികെ മുതിരേരിക്കാവിലേക്ക് ആചാര്യൻ എഴുന്നള്ളിച്ച് വാളറയിൽ നിന്നും വാളുമായി പുറത്തു വന്ന് ഭഗവാന്റെ സ്വയംഭൂവിൽ അതർപ്പിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം വാളുമായി മുതിരേരിക്കാവിലേക്ക് സഞ്ചരിക്കും. മുതിരേരിക്കാവിലേക്ക് ഭഗവാന്റെ തിരുവായുധം പുറപ്പെട്ടു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ നടക്കുന്ന ചടങ്ങാണ് ഭഗവാന്റെ മുഴുവൻ ഭണ്ഡാരങ്ങളും, അതായത് നിവേദ്യം, സ്വർണ്ണക്കുടങ്ങളും വെള്ളിക്കുടങ്ങളും വിളക്കുകളും എല്ലാം മണത്തണയിലേക്ക് തിരികെ മടങ്ങുന്ന ചടങ്ങാണ്. ഇതോടൊപ്പമാണ് മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്ന സതീദേവിയുടെ 3 വാളുകളും സഞ്ചരിക്കുന്നത്. 3 വാളശന്മാരാണ് കയ്യിലേന്തി വാളുമായി സഞ്ചരിച്ച് നീങ്ങുന്നത്. ഇവിടെയാണ് സതീദേവിയുടെ ശക്തി ചൈതന്യത്തിൻ്റെ ഏറെ പ്രാധാന്യം. ഈ ശക്തി ചൈതന്യത്തിൻ്റെ ഈ തിരുവായുധങ്ങൾ 3ഉം സൂക്ഷിക്കുന്നത് മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ക്ഷേത്രത്തിൽ സഞ്ചരിച്ചു പോകാം. ഈ ക്ഷേത്രത്തിലേക്കാണ് ഗുരുജീനെ അടുത്ത് സഞ്ചരിച്ചു പോകുന്നത്. ശരിക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് മുന്നെയാണ് ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ എത്തേണ്ടതും അവിടെ ഒരു നെയ്വിളക്ക് തെളിക്കേണ്ടത്. കാരണം ഈ കൊട്ടിയൂർ ഉത്സവത്തിന് എത്തുന്ന എന്തായാലും ഏതൊരു ആചാര്യനായാലും മണത്തണ ചപ്പാരം ക്ഷേത്രത്തിലെത്തി ദേവി ഇരിക്കുന്ന ആ ശ്രീകോവിലിന് ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടേക്ക് വരുന്നത്. അത് ഇവിടേക്ക് കൊണ്ടുവരുന്ന നെയ്യായാലും ഇളനീരായാലും എണ്ണയായാലും തിരിയായാലും ആചാര്യന്മാരായാലും എല്ലാം ഒരു കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ആലിംഗന പുഷ്പാഞ്ജലിക്ക് എത്തുന്ന തിരുമേനി മാത്രം ആദ്യം ഇവിടെ എത്തി ആലിംഗന പുഷ്പാഞ്ജലി അർപ്പിച്ച ശേഷം മടക്കയാത്രയിലാണ് മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെത്തി നമസ്കരിക്കുന്നത്. അതുകൊണ്ട് ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഗുരുജിയുടെ അടുത്ത യാത്ര. അപൂർവമായ ഒരു ദർശന സൗഭാഗ്യം ഗുരുജിയോടൊപ്പം നേടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ ഒപ്പം ഉജ്ജയിനിലും ഓംകാരേശ്വറിലുമൊക്കെ സഞ്ചരിച്ചു പോയപ്പോൾ കിട്ടിയൊരു അനുഗ്രഹമുണ്ട്. അതുപോലെ ഭഗവാന്റെ ചാരത്ത് നിന്ന് നിറയെ കൊട്ടിയൂര പെരുമാളിനെ ദർശിക്കാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ്.